ഹായ് ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയലിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ നമ്മൾ പറയാൻ പോകുന്നത്. ദേവയാനി പറഞ്ഞത് പ്രകാരം അഭി ചന്തുമോളെയും കൊണ്ട് പുറത്തു പോകുന്നതും അവളെ കൂടുതൽ ശ്രദ്ധിക്കുന്നതും അവളെ കെയർ ചെയ്യുന്നതും അവളുടെ കാര്യങ്ങളെല്ലാം കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്നതൊന്നും നവ്യക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതിനൊക്കെ നവ്യ നല്ല ദേഷ്യത്തിലുമാണ് കേട്ടോ. അഭി ചന്തുമോളെ ലാളിക്കുന്നത് മാത്രമല്ല, അഭിയോടൊപ്പം കൂടി ജലജയ്ക്കും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അമ്മായി പറയുന്നത് പോലെ തന്നെ ജലജയും അതുപോലെ അഭിയും ഒക്കെ അനുസരിക്കുന്ന എന്തിനാ എന്നൊക്കെ ഇങ്ങനെ സംശയിക്കുന്നുണ്ട് നമ്മുടെ നവ്യ. സഹി കേട്ട് കഴിയുമ്പോഴേക്കും നവ്യ ഇതിനോടൊക്കെ പ്രതികരിക്കാൻ തുടങ്ങിയാണ്. എന്താന്ന് വെച്ചാൽ ജലജയാണെങ്കിലും അഭിയാണെങ്കിലും സ്വന്തം കൊച്ചുമോനോടും സ്വന്തം മോനോടും ഒരു താല്പര്യവും കാണിക്കുന്നില്ല. അവനെ ഒന്നും എടുത്തോണ്ട് പോലും നടക്കുന്നില്ല. അവന്റെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. അവൻ ഭക്ഷണം കഴിച്ചോ എന്ന് പോലും ചോദിക്കാറില്ല. എന്നിട്ടും ചന്തുമോളെ മാത്രം എന്തിനു ഇവർ ഇത്രയും കെയർ കൊടുത്ത് നോക്കുന്നു എന്നൊക്കെ ഓർത്തിട്ട് തന്നെ നമ്മുടെ നവ്യ ഭയങ്കരമായിട്ട് അവിടെ പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ. അവസാനം നവ്യ ചന്തുമോളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കണ്ട് മുത്തശ്ശനും ദേവയാനിയും ഒക്കെ കൂടിയിട്ട് നമ്മുടെ നവ്യയുടെ നേർക്ക് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ. മുത്തശ്ശൻ നവ്യയോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുക കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ ദേവയാനിയും പരിസരം മറന്ന് ചന്തുമോൾ ആരാന്നുള്ള സത്യങ്ങളെല്ലാം തന്നെ നമ്മുടെ നവ്യയുടെ മുമ്പിൽ തുറന്നടിക്കുകയാണ്. അതും കൂടെ കേൾക്കുമ്പോഴേക്കും നവ്യ ആകെ തകർന്നടിയുകയാണ് കേട്ടോ. അഭി ഇത്രയും നാളും തന്നെ ചതിക്കുകയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാകുമ്പോഴേക്കും നവ്യ പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിലവിട്ട് കരഞ്ഞു പോവുകയാണ്. അപ്പോൾ ആ ഒരു എപ്പിസോഡിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ നമ്മൾ പറയാൻ പോകുന്നത്. അങ്ങനെ അഭിയും നവ്യയും കൂടെ പുറത്തു പോവുകയാണ് കേട്ടോ, നമ്മുടെ അനന്തപത്മനാഭനെയും കൂട്ടിക്കൊണ്ട്. അങ്ങനെ പുറത്തു പോകുന്ന സമയത്ത് തന്നെ നവ്യ ചോദിക്കുന്നുണ്ട് അഭിയോട്, നീ എന്തിനാ അഭി ചന്തുമോളെയും കൊണ്ട് പുറത്തു പോയത്? നിനക്ക് അതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അമ്മായി നിന്നോട് ചന്തുമോളുടെ കാര്യം നോക്കാൻ പറഞ്ഞാലും നിനക്ക് സൗകര്യം ഇല്ലെന്ന് പറഞ്ഞ് നീ മാറി പോകേണ്ടതല്ലായിരുന്നോ? പിന്നെ എന്തിനാ അവർ പറയുന്നതൊക്കെ കേട്ട് നീ ഇങ്ങനെ അടിമപ്പണി എടുക്കാൻ നടക്കുന്നതെന്നൊക്കെ ഇങ്ങനെ നവ്യ ചോദിക്കുകയാണ്. അയാൾ അതിബുദ്ധിമാനാ, ആ ആദർശ്. സ്വന്തം കുഞ്ഞിനെ നോക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ അയാൾ തന്ത്രപൂർവ്വം ആ കൊച്ചിനെ ഇവിടെ ആക്കി വെച്ച് പോയത്. ഇവിടെ ആകുമ്പം ആരെങ്കിലുമൊക്കെ അതിനെ നോക്കിക്കോളൂല്ലോ എന്നോർത്തിട്ട്. എൻ്റെ അനിയത്തിക്കും അയാളുടെ അതേ ബുദ്ധി തന്നെയാ. അവളും ആ കൊച്ചിനെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോയില്ലല്ലോ. അവൾക്കറിയാം ഇവിടെ അതിനെ നോക്കാൻ ആളും പേരും ഒക്കെ ഉണ്ടെന്ന്. അതുകൊണ്ട് ആ കൊച്ചിനെ ഇവിടെ അങ്ങ് ഒഴിവാക്കിയതാ എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുക കേട്ടോ. സ്വാഭാവികമായിട്ടും അഭിക്ക് പിന്നോട് വേറെ ഒന്നും പറയാനില്ലല്ലോ. അഭി പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ നവ്യെ, വല്യമ്മ പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ ഒരു ജോലിയും കൂലിയും ഇല്ലാതെയാണല്ലോ ഞങ്ങളൊക്കെ ആ വീട്ടിൽ പിടിച്ചു നിൽക്കുന്നത്. എന്നെ എൻ്റെ അമ്മയൊക്കെ വെറും വീട്ടുവേലക്കാരെ പോലെ ഇപ്പം അവിടെ ഉള്ളവരൊക്കെ കാണുന്നതൊക്കെ നമ്മുടെ അഭി പറയുമ്പോഴേക്കും നവ്യക്ക് ദേഷ്യം വരിക കേട്ടോ. നവ്യ ചോദിക്കുന്നുണ്ട്, അതെന്തിനാ നീ അങ്ങനെ വിചാരിക്കുന്നേ? നിനക്കൊരു ജോലിയും കൂലിയും ഇല്ലെന്ന് നീ തന്നെ എപ്പോഴും എന്തിനാ അഭി ഇങ്ങനെ പറയുന്നത്? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞല്ലേ, നിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനുണ്ട്. നമുക്ക് ആവശ്യമുള്ള പണം ഞാൻ സമ്പാദിക്കുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാ നീ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഞാൻ നിന്നോട് എത്രയോ പ്രാവശ്യം പറഞ്ഞതാ, ഈ വീട്ടിൽ നിന്ന് പുറത്താകേണ്ട ഒരു അവസ്ഥ വന്നാൽ നമുക്ക് അന്തസ്സായിട്ട് തന്നെ പുറത്തുപോയി ജീവിക്കാമെന്ന്. എന്തിനാ പിന്നെ നീ നിന്റെ അമ്മയും അടിമകളെ പോലെ ഇവർ പറയുന്നതെല്ലാം കേട്ട് ഇവിടെ ജീവിക്കണമെന്ന് ഇത്ര നിർബന്ധം പിടിക്കുന്നത്? എന്തായാലും ദൈവം അനുഗ്രഹിച്ച അതിന്റെ ആവശ്യമൊന്നും ഇപ്പം നമുക്കില്ലല്ലോ. നമുക്കിപ്പോൾ ജീവിക്കാൻ ഒരു വരുമാന മാർഗ്ഗം ഇല്ലേ അഭി? പിന്നെ എന്തിനു നമ്മളിവിടെ കടിച്ചു തൂങ്ങി നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ നവിയോട് ചോദിക്കുമ്പോഴേക്കും അപ്പോഴേക്കും അഭി പറയുന്നുണ്ട്, അത് വേറൊന്നും അല്ല നവിയെ, നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് എല്ലാം ഇട്ടെറിഞ്ഞേച്ച് പോകാം. പക്ഷെ അവന്തികയുടെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. അവന്തികയുടെ കല്യാണം ഒന്ന് കഴിയുന്നത് വരെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കാനാണ് ഞാനും അമ്മയൊക്കെ നോക്കുന്നത്. അനന്തപുരിയിലെ പെങ്കൊച്ചാണെന്ന് അറിയുമ്പോഴാണല്ലോ അവൾക്ക് നല്ല കുടുംബത്തിൽ നിന്ന് വിവാഹാലോചനയൊക്കെ വരുന്നത്. അവളുടെ കാര്യങ്ങളും കൂടി കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനമായേനെ. അയർലൻഡിലെ പഠിത്തമെല്ലാം കഴിഞ്ഞ് അവളിപ്പോൾ നാട്ടിൽ വന്നിക്കുകയല്ലേ. ഇനിയിപ്പോൾ അവൾക്ക് നല്ലൊരു പയ്യനെ കണ്ടെത്തി അവളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം. നമ്മുടെ അന്തസ്സിനും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റസിനും ഒക്കെ പറ്റിയ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ അവൾക്ക് നല്ലൊരു ആലോചന വരണമെന്നാണ് എൻ്റെ അമ്മയുടെയൊക്കെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അഭി പറയുക കേട്ടോ. അതിനിവിടെ പിടിച്ചു നിന്നാലല്ലേ പറ്റുള്ളൂ. അവളെ അത്രയും നല്ല രീതിക്ക് കെട്ടിച്ചു വിടാനുള്ള സാമ്പത്തികമൊന്നും ഞങ്ങളുടെ കയ്യിലില്ലല്ലോ. അപ്പോൾ പിന്നെ മുത്തശ്ശൻ തന്നെ കരഞ്ഞാലേ പറ്റുള്ളൂ. ഇപ്പോഴാണെങ്കിൽ അവളുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിക്കും അമ്മായിക്കും ഒക്കെ അവളെ വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ടതെല്ലാം കൊടുത്ത് അവളെ നല്ല രീതിക്ക് തന്നെ കെട്ടിച്ചുവിടാൻ അവർ തന്നെ മുൻകൈ എടുത്തോളൂ എന്നൊക്കെ തന്നെ അഭി പറയുകയാണ് കേട്ടോ. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഞാനും അമ്മയും ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് സ്വത്തോ മുതലോ ഒന്നും ഇല്ലല്ലോ നവ്യെ. പിന്നെ നിനക്കൊരു ജോലിയുണ്ട്, നിനക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രം നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം നടന്നു പോകണമെന്നുണ്ടോ? ഇല്ല. ചിലപ്പോൾ നമ്മളിനിയിപ്പോൾ വേറെ വീടെടുത്ത് മാറി താമസിച്ചാലും നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുമായിരിക്കും. എന്നാലും അവന്തിക എൻ്റെ അനീതിയല്ലേ, അവളുടെ കാര്യങ്ങളും കൂടെ നോക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അഭി ചോദിക്കാം. അപ്പം നവ്യക്ക് ഉത്തരവൊന്നും ഇല്ലാട്ടോ പറയാൻ. നവ്യ പറയുന്നുണ്ട്, അതറിഞ്ഞിട്ടാണെങ്കിൽ പോലും നീ ഇങ്ങനെ ആത്മാഭിമാനം വെടിഞ്ഞിട്ട് ജീവിക്കരുത്. പിന്നെ നമ്മുടെ ജീവിതം നമ്മൾ നോക്കണ്ടേ? എന്നും ഇങ്ങനെ നാണക്കേടുകൾ സഹിച്ച് അവിടെ തന്നെ കടിച്ചു തൂങ്ങി നിന്നാൽ മതിയോ? അയർലൻഡിലെ പഠനമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിലും അവളുടെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റം ഉണ്ടല്ലോ. അവളിപ്പോൾ നമ്മുടെ കൂടെ അല്ലല്ലോ നിൽക്കുന്നത്. ആ മുത്തശ്ശിയുടെയും അമ്മായിയുടെയും നയനയുടെയും ഒക്കെ സൈഡല്ലേ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ അവളുടെ കാര്യം ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവളുടെ കാര്യങ്ങളൊക്കെ അവർ നന്നായിട്ട് നോക്കി നടത്തിക്കോളൂ എന്നൊക്കെ തന്നെ നമ്മുടെ നവ്യ പറയുന്നുണ്ട്.
അതിന് വേണ്ടിയിട്ട് ഇനി നീയും അമ്മയും കൂടെ ഇങ്ങനെ നാണം കേട്ട് അവിടെ പിടിച്ചു തൂങ്ങി നിൽക്കണമെന്നൊന്നും ഞാൻ പറയില്ല എന്നൊക്കെ തന്നെ പറയാം കേട്ടോ. അപ്പോൾ അഭി ഉടനെ വിഷയം മാറ്റാനായിട്ട് തന്നെ പറയുന്നുണ്ട്, അതൊക്കെ വിട് നവിയെ, ഇനിയിപ്പോൾ നമ്മൾ എന്തിനാ അതേക്കുറിച്ച് പറയുന്നത്? അയാൾ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയെങ്കിലും നമുക്കൊരു മനസാക്ഷി ഇല്ലേ നവിയെ, അതുകൊണ്ട് ഞാൻ അതിനെ കൊണ്ടൊന്ന് പുറത്തു പോയെന്നേ ഉള്ളൂ. അതങ്ങ് വിട്, ഇനി ഇപ്പോൾ ഉടനെ എങ്ങും അതിനെ കൊണ്ട് പോകുന്നുമില്ല. ഇനി ഇതുപോലെ അമ്മായി പറഞ്ഞാൽ അതനുസരിക്കാതിരുന്നാൽ പോരെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ വിഷയം മാറ്റി വിടുകയാണ്. നമ്മൾ ഇനി എങ്ങോട്ടാ എന്നിങ്ങനെ അഭി ചോദിക്കുമ്പോഴേക്കും അതൊക്കെയുണ്ട്, നിനക്ക് മനസ്സമാധാനം കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് തന്നെ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നതെന്ന് നവ്യ പറയുന്നുണ്ട്. അങ്ങനെ നവ്യ അഭിയും കൂടെ നേരെ ചെല്ലുന്നത് AM ജ്വല്ലറിയിലോട്ടാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ആദർശ് AM ജ്വല്ലറിയിലോട്ട് വരികയാണ്. പഞ്ചാബി വേഷമൊക്കെ ധരിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ ആദർശ് അങ്ങോട്ടേക്ക് എത്തുന്നത്. നേരെ മാനേജർ റൂമിലേക്ക് കയറി ചെന്നിട്ട് അവിടെ ഒന്ന് സംസാരിച്ചതിന് ശേഷം തന്നെ അയാൾ നേരെ ഡേവിഡിൻ്റെ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഡേവിഡുമായിട്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദർശ്. 1000 കോടിയുടെ ബിസിനസ് നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ തന്നെ ആദർശ് പറയുമ്പോഴേക്കും ഡേവിഡിനൊക്കെ അത് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു ബിസിനസ് AM ജ്വല്ലറി മുഖേന നടന്നിട്ടുണ്ടെങ്കിൽ AM ജ്വല്ലറി പിന്നെയും വളർച്ചയിലേക്ക് പോകും എന്നറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ആ ഡീലിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ കൂടുതൽ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ആദർശാണെങ്കിലും അയാൾക്ക് ഒരു തരത്തിലും ഒരു സംശയത്തിന് ഇട വരാത്ത രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് കേട്ടോ. അയാൾ കുറച്ചൊക്കെ കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നുണ്ടെങ്കിലും അത്യാവശ്യം കുറച്ച് കാര്യങ്ങളെല്ലാം തന്നെ ഡേവിഡ് പറയുന്നുണ്ട്. AM ജ്വല്ലറി ശരിക്കും സ്റ്റാർട്ട് ചെയ്തത് ദുബായിലാണ് അവരുടെ ആദ്യത്തെ ബ്രാഞ്ച്. പിന്നെ ഉടനെ തന്നെ ഇവിടെ വിഷുവിന് മുമ്പായിട്ട് അടുത്ത ബ്രാഞ്ച് ഞങ്ങൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, അപ്പം നിങ്ങൾ സ്വർണം ബൾക്കായിട്ട് എടുക്കുന്നത് എവിടെ നിന്നാണ്? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അത് ഞങ്ങൾക്ക് അങ്ങനെ പുറത്ത് പറയാൻ പറ്റത്തില്ല, അത് സീക്രട്ടാണ്, അത് ഒന്നും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ തന്നെ പറഞ്ഞ് ഒഴിവാക്കുകയാണ് കേട്ടോ. എന്നിട്ടും പിന്നെ ആദർശ് ചോദിക്കുന്നുണ്ട്, ഇത് പാർട്ട്ണർഷിപ്പ് വല്ലതും ഉണ്ടോ, അതോ നിങ്ങൾ തന്നെയാണോ MD എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും തൽക്കാലം ഈ കമ്പനിയുടെ MD ഞാൻ തന്നെയാണ്, ഇപ്പോൾ ഇവിടെ വേറെ ആരുമില്ല, തൽക്കാലം ഈ കമ്പനിയുടെ MD ഞാൻ തന്നെയാണ്, ഞാനാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ അയാൾ പറയുന്നത് കേട്ടപ്പോൾ തന്നെ ആദർശിന് ഒരു സംശയം ആവുന്നുണ്ട്. തൽക്കാലം ഈ AM ജ്വല്ലറിയുടെ MD ഞാനാണെന്നാണല്ലോ അയാൾ പറഞ്ഞത്. അപ്പോൾ ഇയാൾക്ക് മുകളിൽ ആരോ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ആദർശിന് മനസ്സിലാവുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് വീണ്ടും കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും അയാൾ അങ്ങനെ കൈയൊഴിഞ്ഞൊന്നും തന്നെ പറയുന്നുമില്ല. അപ്പോൾ എന്തായാലും കളക്ഷൻസ് ഒക്കെ കണ്ടിട്ട് നമുക്ക് ബിസിനസ് ഡീൽ ഉറപ്പിക്കാം, എന്തായാലും ഇനിയും ഉടനെ ഇങ്ങോട്ടേക്ക് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ആദർശ് അവിടെ നിന്ന് പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. പക്ഷെ അതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ അഭിയും നവ്യയും കൂടെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. മാനേജറുടെ അടുത്തേക്ക് ആദ്യം വന്ന് നവ്യ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അയാളും പറയുന്നുണ്ട്, പഞ്ചാബിൽ നിന്ന് ഇതുപോലെ വലിയൊരു ബിസിനസ്മാൻ വന്നിട്ടുണ്ട്, അപ്പോൾ അവരുമായിട്ടുള്ള ബിസിനസ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരുമായിട്ട് കാര്യങ്ങളൊക്കെ ഡേവിഡ് സാർ സംസാരിച്ചുകൊണ്ടിരിക്കുക, ആ ബിസിനസ് നടന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വലിയ നേട്ടം ഉണ്ടാക്കും എന്നൊക്കെ തന്നെ അയാൾ പറയുകയാണ് കേട്ടോ. അയാൾ പറയുന്നത് കേട്ടിട്ടാണെങ്കിലും അഭിയും നവ്യൊക്കെ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ്. ഡേവിഡുമായിട്ട് സംസാരിച്ചതിന് ശേഷം ആദർശ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് അഭിയും നവ്യൊക്കെ കാണുന്നത്. കാണുമ്പോൾ ആദർശിന് ഒരു ചെറിയ ഞെട്ടലൊക്കെ ആവുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ വേഷം മാറി വന്നത് ഇവരെ കാണാൻ കണ്ടുപിടിക്കുമോ തിരിച്ചറിയുമോ എന്നുള്ളൊരു പേടിയാണ് കേട്ടോ ആദർശിൻ്റെ മനസ്സിൽ. അവർക്ക് എന്തായാലും അധികം മുഖം കൊടുക്കാതെ തന്നെ ആദർശ മാനേജറോട് സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഡീലിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്, എന്തായാലും നല്ല മീറ്റിംഗ് ആയിരുന്നു എന്നൊക്കെ ആദർശം പറയുമ്പോഴേക്കും ഈ ഡീൽ എന്തായാലും നടക്കും എന്നുള്ളൊരു ഉറപ്പ് തന്നെയാണ് മാനേജർക്കും. ശേഷം അങ്ങനെ ആദർശ് ആ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അയാൾ അബിയോടും നവ്യോടും ആയിട്ട് പറയുന്നുണ്ട്, എന്തായാലും അയാൾക്ക് ഈ മീറ്റിംഗ് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്, അപ്പോൾ ഈ ഡീൽ നടക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അങ്ങനെ നടന്ന 1000 കോടി രൂപയുടെ ബിസിനസ്സാണ് നമ്മുടെ കമ്പനിക്ക് കിട്ടാൻ പോകുന്നത്. അത് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ടോപ്പിലെത്തും. ആ ബിസിനസ് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജ്വല്ലറീസ് ആയിരിക്കും ടോപ്പിലെത്താൻ പോകുന്നത്. അപ്പോൾ പിന്നെ എല്ലാവർക്കും അതിൻ്റെ മെച്ചം ഉണ്ടാവും എന്നൊക്കെ തന്നെ പറയുകയാണ് അയാളും. എന്നിട്ട് അബിയും നവ്യയും കൂടെ ഡേവിഡിൻ്റെ റൂമിലേക്ക് കയറി ചെന്നിട്ട് ഡേവിഡിനോട് സംസാരിക്കുകയാണ് കേട്ടോ. അബി ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഡേവിഡ് സംസാരിക്കുന്നത്. എന്നിട്ട് ഡേവിഡ് തന്നെ നവ്യോടും അബിയോടും ഈ ഡീലിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട് കേട്ടോ. നോർത്ത് ഇന്ത്യയിൽ നമുക്ക് വേരുറപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയായി ഇതെന്നൊക്കെ പറയുകയാണ് അയാൾ. എന്തായാലും ഇപ്പോൾ ഗൾഫിൽ നമ്മൾ 1-ാം സ്ഥാനത്താണ്, അതുപോലെ തന്നെ മുംബൈയിലും 1-ാം സ്ഥാനത്താണ്, കേരളത്തിലും ഈ വിഷുവിനോട് കൂടി തന്നെ നമ്മൾ 1-ാം സ്ഥാനത്തേക്ക് എത്തും. ഈ ഡീല് സക്സസ്ഫുൾ ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർത്ത് ഇന്ത്യയിലും കളം പിടിക്കാൻ പറ്റും. അതോടുകൂടി നമുക്ക് വെച്ചടി മുന്നേറ്റമായിരിക്കും. ഇത്രയും നാളും പ്രശസ്തിയോടെയും പ്രൗഢിയോടെയും ഇരുന്ന മൂർത്തിസ് ജ്വല്ലറി മൂക്കുകുത്തി താഴെ വീഴുമ്പോഴേക്കും നമ്മൾ ആ സ്ഥലത്തെ എല്ലാം പിടിച്ചടക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവർ 3 പേരും ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ് കേട്ടോ. എത്രയും പെട്ടെന്ന് AM ജ്വല്ലറിയിൽ അബിക്ക് ഒരു ജോലി കിട്ടണം എന്നൊരു ആവശ്യമായിട്ടാണല്ലോ ഇപ്പം നവ്യ അബിയും ഡേവിഡിന് മുമ്പിൽ എത്തിയേക്കുന്നത്. എന്നാൽ ഇവർക്കറിയില്ലല്ലോ AM ജ്വല്ലറിയുടെ യഥാർത്ഥ ഓണർ നാഗേന്ദ്രനാണെന്നും ഭാവിയിൽ അബിക്കാണ് ഇതിൻ്റെ എല്ലാം മേൽനോട്ടം വരുന്നെന്നുള്ള കാര്യങ്ങളൊന്നും ഇവർക്കറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അബിക്ക് ഇവർ പ്രതീക്ഷിക്കുന്നതിലപ്പുറം ഒരു വലിയ സ്ഥാനം തന്നെയാണ് നമ്മുടെ ഡേവിഡ് കൊടുത്തതും. അതായത് പുതുതായിട്ട് തുടങ്ങാൻ പോകുന്ന ഡയമണ്ട്സ് കളക്ഷനുള്ള ആ ഒരു ബ്രാഞ്ചിലേക്ക് അതിൻ്റെ മേൽനോട്ടം മുഴുവൻ അബിയെ ഏൽപ്പിക്കുകയാണ് ഡേവിഡ്. അത് കേൾക്കുമ്പോൾ നവ്യക്കും അബിക്കും ഒക്കെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു വലിയ ഓഫർ കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലായിരുന്നു. എന്നാലും നവ്യ അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ രീതിക്ക് ഒരു ഇന്റർവ്യൂ പോലെ നടത്താമെന്ന് പറഞ്ഞുകൊണ്ട് നവ്യയോട് പുറത്തിറങ്ങിയിരിക്കാൻ ആവശ്യപ്പെടുകയും ഡേവിഡും അബിയും കൂടെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അബി ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം തന്നെ ഡേവിഡ് പറയുമ്പോഴേക്കും അബിക്ക് അതങ്ങോട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല. കാരണം അനന്തപുരി നടക്കുന്ന എല്ലാ കാര്യങ്ങളും, എൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇവരെങ്ങനെ മനസ്സിലാക്കി, ഇതൊക്കെ ഇവരെങ്ങനെ അറിഞ്ഞു എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അബിയും.
അപ്പോൾ ഇതൊക്കെ സാർ എങ്ങനെ അറിയുന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അഭി ചോദിക്കുമ്പോഴേക്കും അനന്തപുരിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അറിയുന്നുണ്ട്. മൂർത്തിസ് ജ്വല്ലറിയേക്കാൾ മുന്നിൽ എൻ ജ്വല്ലറി വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ബുദ്ധി പ്രവർത്തിച്ചാലല്ലേ അങ്ങനെ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും വീക്ഷിക്കുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. അവിടെയുള്ള എല്ലാവരുടെയും കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയാമെന്നൊക്കെ തന്നെ നമ്മുടെ ഡേവിഡ് പറയുകയാണ് കേട്ടോ. അങ്ങനെ ഇത്രയും വലിയൊരു ഓഫർ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ അഭിയും. അതുപോലെ തന്നെ നവ്യോടുള്ള സ്നേഹം ആത്മാർത്ഥ സ്നേഹമല്ലെന്നും നിവർത്തിയില്ലാത്തതുകൊണ്ട് ഇപ്പം അവളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണെന്നും ഒരവസരം കിട്ടിയാൽ അവളെ കയറൂരി വിടാനും ഒക്കെ റെഡി ആയിട്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡേവിഡ് അഭിയോട് പറയുക കേട്ടോ. അപ്പം ഡേവിഡ് പറയുന്നുണ്ട്, തൽക്കാലം അവളിപ്പോൾ നമ്മുടെ കമ്പനിയിലെ മോഡലാണ്, അതുകൊണ്ട് അവളെ ഉപേക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. അതുപോലെ നീയും ഞാനും തമ്മിലുള്ള ഈ സംഭാഷണങ്ങളൊന്നും തന്നെ നിന്റെ ഭാര്യ അറിയാനും പാടില്ല. ഇതൊക്കെ അതീവ രഹസ്യമായിരിക്കണം എന്നൊക്കെ തന്നെ അയാൾ പറയുന്നുണ്ട്. എന്തായാലും അതൊക്കെ കേട്ട് അനുസരിക്കാൻ തന്നെയാണ് നമ്മുടെ അഭി തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അഭിക്ക് മുമ്പിൽ ഇത്രയും വലിയൊരു ഓഫർ കിട്ടിയതല്ലേ, തൻ്റെ ഫ്യൂച്ചറാണ് വലുതെന്ന് പറഞ്ഞ അഭി എന്തായാലും അതൊന്നും മിസ്സാക്കില്ല. എപ്പോഴാണ് ജോയിൻ ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അതൊക്കെ പതിയെ അറിയിച്ചോളാം എന്നൊക്കെ പറയുകയാണ് നമ്മുടെ ഡേവിഡ്. അങ്ങനെ ആ ഒരു സന്തോഷ വാർത്തയൊക്കെ അറിഞ്ഞിട്ട് ഡേവിഡിനോട് യാത്രയും പറഞ്ഞിട്ട് നമ്മുടെ അഭിയും നവ്യയും കൂടെ അവിടെ നിന്ന് ഇറങ്ങിയാണ് കേട്ടോ. രണ്ടുപേരും നല്ല സന്തോഷത്തിൽ തന്നെയാണ് തിരിച്ച് അനന്തപുരിയിലേക്ക് ചെല്ലുന്നത്. ആദർശ് തിരികെ ഗസ്റ്റ് ഹൗസിൽ എത്തിയ ശേഷം കിരണിനോടും കല്യാണിയോടും അതുപോലെ നയനയോടും ഇയാളുമായിട്ട് സംസാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. ബൾക്കായിട്ട് നിങ്ങൾ സ്വർണ്ണം എടുക്കുന്നത് ഗൾഫിലാണോന്ന് ചോദിച്ചപ്പോഴേക്കും സോഴ്സിൻ്റെ ഉറവിടം പറയാൻ പറ്റില്ലെന്ന് അയാൾ പറഞ്ഞു. അതുപോലെ പാർട്ട്ണർഷിപ്പ് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോഴേക്കും നിലവിൽ അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പ് ഒന്നുമില്ല, തൽക്കാലം ഇതിൻ്റെ എല്ലാ മേൽനോട്ടങ്ങളും ഞാനാണ് വഹിക്കുന്നത്, എല്ലാത്തിനും MD ഞാനാണെന്ന് പുള്ളി പറഞ്ഞു. പക്ഷേ അയാൾ അങ്ങനെ പറഞ്ഞതിൽ എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, തൽക്കാലത്തേക്കെന്നാണ് അയാൾ ഉദ്ദേശിച്ചത്. എങ്കിൽ അയാളുടെ പിന്നിൽ ആരോ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പായെന്നൊക്കെ തന്നെ നമ്മുടെ ആദർശ് പറയുക. അതുപോലെ തന്നെ ആഭരണങ്ങളും മേക്കിംഗ് ചാർജസിൻ്റെ കാര്യങ്ങളും എല്ലാത്തിനും എന്തോ ഒരു പന്തികേട് ഉണ്ടെന്നൊക്കെ ഉള്ളത് നമ്മുടെ ആദർശിന് മനസ്സിലാവുന്നുണ്ട്. അതിലൊക്കെ ഉപരി ഞാനവിടെ ചെന്നപ്പോഴേക്കും അവിടെ നവ്യ അഭിയും ഉണ്ടായിരുന്നു. ആ സമയത്ത് അവരങ്ങോട്ടേക്ക് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. പ്രത്യേകിച്ച് അഭിയും കൂട്ടി നവ്യ എന്തിനും അങ്ങോട്ടേക്ക് പോയെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. പെട്ടെന്ന് അവരെ കണ്ടപ്പോൾ വേഷം മാറി ചെന്നാൽ ഞാനാണെന്ന് അവർ കണ്ടുപിടിക്കുമെന്നൊക്കെ എനിക്കൊരു ചെറിയ ഭയം ഉണ്ടായിരുന്നു. എങ്കിലും അവർക്ക് വലിയ മുഖമൊന്നും കൊടുക്കാതെ ഞാൻ അവിടുന്ന് പെട്ടെന്ന് ഇങ്ങ് പോരുകയും ചെയ്തു. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഒന്നും കൂടെ അവിടെ പോകണം. ബാക്കി ഡീറ്റെയിൽസും കൂടി എങ്ങനെയെങ്കിലും അയാളുടെ വായിൽ നിന്ന് തന്നെ അറിയണം. എങ്കിൽ മാത്രമേ നമുക്കിവിടെ പിടിച്ചു നിൽക്കാനാവുകയുള്ളൂ. ഈ വിഷു വരുന്നതോടുകൂടി കേരളത്തിലും അവർ 1ാം സ്ഥാനത്തേക്ക് എത്താനുള്ള നോട്ടത്തിലാണ്. എന്തായാലും അതിനു മുമ്പ് തന്നെ നമ്മുടെ ശത്രു ആരാന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്കിവിടെ പിടിച്ചു നിൽക്കാനാവുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായ നഷ്ടങ്ങളൊക്കെ കൂടുതൽ നഷ്ടം നമുക്ക് നേരിടേണ്ടി വരും എന്നൊക്കെ തന്നെ നമ്മുടെ ആദർശ് പറയുകയാണ്. എന്തായാലും വിഷുവിന് മുമ്പായിട്ട് തന്നെ ആ ബ്രാഞ്ചിൻ്റെ പണികളെല്ലാം പൂർത്തിയാക്കി വിഷുവിന് ആ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യണമെന്നാണ് അയാൾ വിചാരിച്ചേക്കുന്നത്. അതിനു മുമ്പ് തന്നെ നിങ്ങളും വേണ്ട രീതിക്ക് അയാളെ ഒന്ന് ബ്രെയിൻ വാഷ് ചെയ്യാൻ നോക്കണം. അയാൾ അങ്ങനെ ഒന്നും വിട്ടുപറയുന്ന കൂട്ടത്തിലല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. എന്നാലും നിങ്ങളൊന്നും കൂടെ ശ്രമിച്ചു നോക്കണം. അതിനിപ്പോൾ മൂർത്തീസ് ജ്വല്ലറിയെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ടാണെങ്കിലും മുത്തശ്ശനെ കുറിച്ച് തള്ളി പറഞ്ഞിട്ടാണെങ്കിലും വേണ്ടില്ല, ചതിയിലൂടെയാണ് അവരിതെല്ലാം നേടിയെടുത്തതെന്നുള്ളത് അയാളുടെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി. നമ്മളിപ്പോൾ നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കാതിരിക്കാനായിട്ട് അങ്ങനെയുള്ള വളഞ്ഞോടികളൊക്കെ സ്വീകരിക്കണം. എന്തായാലും നമുക്ക് ആ ശത്രു ആരാന്നുള്ളത് കണ്ടെത്തിയേ പറ്റുള്ളൂ എന്നൊക്കെ തന്നെ ആദർശ് കിരണിനോടും കല്യാണിയോടും പറയുകയാണ്. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് തന്നെ നോക്കിക്കോളാം. എന്തായാലും നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയില്ലേ. യഥാർത്ഥ MD അയാളല്ലെന്നുള്ള കാര്യം ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ. ഇനി അയാളുടെ പിന്നിൽ ആരാന്നുള്ളത് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ എന്നൊക്കെ തന്നെ കിരണും പറയുന്നുണ്ട്. അങ്ങനെ അവർ ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ നമ്മുടെ നയനെ വിളിച്ചിട്ട് ദേവയാനോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു. കാരണം ആദർശോട് നിന്ന് എൻ ജ്വല്ലറിയിൽ ഒരു ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ എന്ന രീതിയിൽ വേഷം മാറി അങ്ങോട്ടേക്ക് ചെന്നപ്പോഴേക്കും അവിടെ നവ്യയും അഭിയും ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ്. നല്ല ദേഷ്യത്തിലും സങ്കടത്തിലും തന്നെയാണ് നയന പറയുന്നതും. അവരെന്തിനാ അങ്ങോട്ടേക്ക് വന്നെന്ന് അറിയില്ല അമ്മേ. എന്തായാലും ചേച്ചി ഇങ്ങനെ എരിവ് കയറ്റി കൊണ്ടുപോകുന്നത് അഭി തന്നെയാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് അഭിയുടെ കാര്യത്തിൽ ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം, അഭിയെ ഒന്ന് പിടിക്കണം എന്നൊക്കെ തന്നെ നമ്മുടെ നയന ദേവയാനോട് പറയുകയാണ് കേട്ടോ. അപ്പോൾ ദേവയാനാണെങ്കിലും അവൻ ഇങ്ങോട്ടേക്ക് വരട്ടെ മോളെ, ഞാൻ അവനോട് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. ഭയങ്കര സന്തോഷത്തോടെ തന്നെ നവ്യയും അഭിയും തിരിച്ച് വീട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇവരെയും കാത്ത് നമ്മുടെ ദേവയാനി അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇവരുടെ മുഖത്തെ സന്തോഷമൊക്കെ കാണുമ്പോൾ തന്നെ ദേവയാനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ കാര്യമായിട്ടുള്ളൊരു കോൾ ഇവർക്ക് ഒത്തു കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. എന്നിട്ട് കയറി വരുമ്പോഴേക്കും തന്നെ അഭിയോട് ചോദിക്കുന്നുണ്ട്, നീ എവിടെ പോയതാടാന്ന്. അത് പിന്നെ അമ്മായി, ഞാൻ നവ്യയുടെ കൂടെ പുറത്തുനിന്ന് പോയതാ. പുറത്ത് തന്നെയാണ് പോയത്, അതോ വേറെ എങ്ങോട്ടെങ്കിലും പോയതാണോ എന്നിങ്ങനെ നമ്മുടെ ദേവയാനി ചോദിക്കുക കേട്ടോ. അത് കേൾക്കുമ്പോൾ നവ്യക്ക് ദേഷ്യം വരിക. നവ്യ ഉടനെ ചോദിക്കുന്നുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ ഒപ്പം ഞാൻ എവിടെ വേണമെങ്കിലും പോകും, അത് ചോദിക്കാൻ നിങ്ങൾക്ക് എന്ത് റൈറ്റ്സാണ് ഉള്ളത്? ഞാൻ എൻ്റെ ഭർത്താവിനെയും കൂട്ടി പുറത്തു പോയി. ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് എൻ ജ്വല്ലറി വരെ പോകണമായിരുന്നു. അവിടെയും ഞാൻ ഇവനെ കൊണ്ടുപോയി. എന്താ അതിലിപ്പോൾ ഇത്ര കുഴപ്പം എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ് നവ്യ. അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, അതിൽ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. നീ നിന്റെ ഭർത്താവും എവിടെ വേണമെങ്കിലും പോവോ വരുവോ എന്താന്ന് വെച്ചാൽ ആയിക്കോ. പക്ഷേ എവിടെ പോയാലും ചന്തമോളെയും കൂട്ടിക്കൊണ്ട് പോകണമെന്ന് ഞാൻ ഇവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചന്തമോളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക പരിഗണന ഇവൻ കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണ് നീ അനുസരിക്കാഞ്ഞേ? നീ ഇവിടുന്ന് പോയപ്പോൾ ഞാൻ നിന്റെ ഫോണിലേക്ക് വിളിച്ചായിരുന്നു, നീ എന്താ ഫോൺ എടുക്കാഞ്ഞെന്ന് എന്നെ ദേവയാനി ചോദിക്കുക. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അതവൻ ഫോൺ എടുക്കാഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടാ.
ഞങ്ങൾ ഒരിടം വരെ പോവാന്ന് പറഞ്ഞിട്ടല്ലേ പോയത്, പിന്നെ എന്തിനാ ഞങ്ങളെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യാൻ നിൽക്കുന്നതെന്നൊക്കെ തന്നെ ദേവയാനിയോട് ദേഷ്യപ്പെട്ട് തന്നെ നവ്യ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ദേവയാനിക്ക് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. ഏത് നിമിഷമാണെങ്കിലും പൊട്ടിത്തെറിക്കാന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് ദേവയാനി. അഭി ഉടനെ പറയുന്നുണ്ട്, നവ്യ ഒന്നും മിണ്ടാതിരിക്കുക, ഒന്ന് ചുമ്മാതിരിക്കുക, നമ്മൾ എവിടെ പോയെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ അമ്മായി വിളിച്ചത്, അത് സാരമില്ല, അതിന് ഞാൻ മറുപടി പറഞ്ഞോളാം, നീ എന്തിനാ അമ്മായിയോട് ഇങ്ങനെ ദേഷ്യപ്പെടാൻ നിൽക്കുന്നേ, നീ മുകളിലേക്ക് ചെല്ലേ, ഞാൻ അമ്മായിയോട് സംസാരിച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നവ്യ ഒന്നിത്തള്ളി മുകളിലേക്ക് കയറ്റി വിടുകയാണ് അഭി. നവ്യ മുകളിലേക്ക് കയറി പോയതിനു ശേഷം ദേവയാനി അഭിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാടാ അവളുടെ കൂടെ ഏൻ ജ്വല്ലറിലേക്ക് പോയതെന്ന്. അപ്പോൾ അഭിയും നവ്യയും ഏൻ ജ്വല്ലറിൽ പോയ കാര്യം ഇവൻ എങ്ങനെ അറിഞ്ഞു എന്നുള്ളൊരു സംശയമാണ് നമ്മുടെ അഭിയുടെ മനസ്സിൽ. അല്ല അമ്മായി, ഞാൻ അവളുടെ കൂടെ ഏൻ ജ്വല്ലറിയിലേക്ക് പോയെന്നുള്ളത് അമ്മായി എങ്ങനെ അറിഞ്ഞു? അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നീ എന്താടാ വിചാരിച്ചേ, നീ ചെയ്തു കൂട്ടുന്ന ഒന്നും ഞങ്ങൾ അറിയുന്നില്ലെന്നാണോ? നീ എവിടെ പോകുന്നു, ആരെ കാണുന്നു, എന്ത് ചെയ്യുന്നു എല്ലാം ഞങ്ങൾ അറിയുന്നുണ്ട്. പിന്നെ ഞങ്ങളെല്ലാം ഒന്ന് കണ്ണടച്ചിരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. നിന്റെ ഭാര്യയെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിലും നിന്നെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അവൾ അറിയും. ഇനി അതിനധികം താമസമൊന്നുമില്ല. നിന്റെ നിലനിൽപ്പിന് നിന്റെ ഭാര്യ നീ അടക്കി നിർത്തുന്നത് തന്നെയാണ് നല്ലത്. ഇല്ലെങ്കിൽ ഏത് സമയത്താണെങ്കിലും ഞാൻ അവളുടെ മുഖത്ത് നോക്കി അത് പറഞ്ഞിരിക്കുന്നൊക്കെ തന്നെ നമ്മുടെ ദേവയാനി ദേഷ്യപ്പെടുകയാണ്. അതും പറഞ്ഞിട്ട് തന്നെ ദേവയാനി അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്. അഭിയാണെങ്കിലും ആകെ ഇങ്ങനെ സംശയിച്ച് നിൽക്കുകയാണ്. ഇപ്പം നടന്ന സംഭവമല്ലേ, ഇതിപ്പോൾ ഇത്ര പെട്ടെന്ന് ഇവരെങ്ങനെ അറിഞ്ഞു? ഏൻ ജ്വല്ലറിലേക്കാണ് ഞങ്ങൾ പോയെന്നുള്ളത് ഇവരെങ്ങനെ അറിഞ്ഞു? ഇനിയിപ്പോൾ അവിടെ സംസാരിച്ച കാര്യങ്ങളെല്ലാം ഇവർ അറിഞ്ഞിട്ടുണ്ടാകുമോ എന്നൊക്കെ ഇങ്ങനെ സംശയിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് നേരെ അഭി റൂമിലേക്ക് കയറി ചെല്ലുമ്പോഴേക്കും നവ്യ അവിടെ കളിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പം നവ്യ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് അഭി ഇങ്ങനെ താന്ന് നിൽക്കുന്നേ? ഇനി നീ എന്തിനാ അവരുടെ മുമ്പിൽ ഇങ്ങനെ അടിമയെ പോലെ നിൽക്കുന്നേ? നിനക്കിപ്പോൾ നല്ലൊരു ജോലി കിട്ടിയില്ലേ? ഒരു ബ്രാഞ്ചിന്റെ മുഴുവൻ ചുമതലയാണ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് നീ എന്തിനാണ് അഭി ഇങ്ങനെ താണു വണന്ന് നിൽക്കുന്നത്? നിനക്ക് നാണമില്ലേ? നിനക്കൊരു ആത്മാഭിമാനമില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അഭി അങ്ങ് പുച്ഛിക്കുകയാണ് നവ്യ. അപ്പോഴേക്കും അഭി പറയുന്നുണ്ട്, നവ്യേ, അതിപ്പോൾ നമ്മൾ മാത്രമല്ലേ അറിഞ്ഞിട്ടുള്ളൂ. എന്തായാലും ഏൻ ജ്വല്ലറിലെ ഒരു ബ്രാഞ്ചിന്റെ ചുമതല എന്നെ ഏൽപ്പിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും അതൊന്നും ഉടനെ നടക്കുന്ന സംഭവങ്ങളല്ലല്ലോ. ആ ബ്രാഞ്ചിന്റെ പണി ഇതുവരെ തീർന്നിട്ട് പോലുമില്ല. ചിലപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് ആ പദവിയിലോട്ടൊന്ന് എത്താൻ പറ്റുന്നത്. അതിനു മുമ്പ് തന്നെ ഇവിടെ ആ കാര്യങ്ങൾ അറിയിക്കേണ്ട കാര്യമുണ്ടോ? ജോലിയിൽ കയറിയതിനു ശേഷം, ഞാൻ അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം മാത്രം ഇവിടെ ഉള്ളവരത് അറിഞ്ഞാൽ പോരെ? അന്നേരം നമ്മളെ ഇറക്കി വിട്ടാലും നമുക്ക് രണ്ടുപേർക്കും ജോലി ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും മുന്നോട്ട് തട്ടിക്കൂട്ടി വിടാമല്ലോ നവ്യെ. അതുകൊണ്ടാണ് ഞാനൊരു മയത്തിൽ നിന്നത്. എന്തായാലും നമ്മളിപ്പോൾ ഒരു മയത്തിൽ നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. പരമാവധി നമ്മുടെ നീക്കങ്ങൾ അവരറിയാതെ നോക്കണം. അതാ ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ തന്നെ നവ്യനൊന്ന് സോപ്പിട്ട് മയത്തിലാക്കുകയാണ് നമ്മുടെ അഭി. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ ദേവയാനി ചന്തുമോളെയും കൂട്ടിക്കൊണ്ട് അവരുടെ റൂമിലേക്ക് വരികയാട്ടോ. എന്നിട്ട് അഭിയോടായിട്ട് പറയുന്നുണ്ട്, ഞാനൊന്ന് പുറത്തു പോവുക, ഞാൻ പുറത്തു പോയി വരുന്നവരെ മോള് നിന്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. ഇവൾ എന്ത് ചോദിച്ചാലും അതെല്ലാം നീ ചെയ്തു കൊടുത്തിരിക്കണം. ഇടയ്ക്ക് മോക്ക് കഴിക്കാൻ സ്നാക്സും വെള്ളവും കൊടുക്കണം. അതുപോലെ ചന്തുമോൾ അനന്തമോന്റെ കൂടെ ഇവിടെ ഇരുന്ന് കളിച്ചോളും. ഞാൻ വരുന്നവരെ മോക്ക് ഒരു കുഴപ്പമില്ലാതെ നീ നോക്കിക്കോണം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ദേവയാനി അഭിയോട് ആജ്ഞാപിക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ സമയത്ത് നവ്യ ആ റൂമിലില്ലാട്ടോ. നവ്യ കുഞ്ഞിനുള്ള ഫുഡ് എടുക്കാനായിട്ട് താഴെ കിച്ചണിലേക്ക് പോയിരിക്കുകയാണ്. ആ സമയത്താണ് ദേവയാനി വന്നിട്ട് ചന്തുമോളെ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോകുന്നത്. നവ്യ കുഞ്ഞിന് കൊടുക്കാനുള്ള ഫുഡൊക്കെ ആയിട്ട് തിരിച്ച് റൂമിലേക്ക് വരുമ്പോഴേക്കും കാണുന്നത് ചന്തുമോളും അനന്തനും കൂടി ഇരുന്ന് കളിക്കുന്നതാണ്. അപ്പോൾ അവരെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അഭിയും കൂടിയാണ് കേട്ടോ കാണുന്നത്. നവിക്ക് അങ്ങ് വിറഞ്ഞു കയറുകയാണ് കേട്ടോ. നവ്യ ചോദിക്കുന്നുണ്ട്, അഭി എന്താടാ ഇത്, എന്താ ഈ കാണിക്കുന്നത്? നീ എന്തിനാ ഇവളെ ഇവിടെ എടുത്ത് കളിപ്പിക്കുന്നത്? ഈ നാശം പിടിച്ചവളെ എന്തിനാണ് നീ നമ്മുടെ റൂമിൽ കയറ്റിയത്? അത് എൻ്റെ മോൻ്റെ കൂടെ കളിക്കാൻ ഇവക്ക് എന്ത് യോഗ്യതയാണോ ഉള്ളേ? ഇവളെ എന്തിനാ നീ റൂമിലേക്ക് കയറ്റിയെന്നൊക്കെ തന്നെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് അഭിയുടെ അടുത്ത്. അന്നേരത്തേക്ക് അഭി പറയുന്നുണ്ട്, എൻ്റെ പൊന്ന് നവിയെ, ഞാൻ കയറ്റിയതൊന്നും അല്ല, ആ അമ്മായിയുടെ ഓർഡറാ ഇത്. അമ്മായി പുറത്തു പോവുകയാണത്രേ. പുറത്തു പോയി വരുന്നവരെ ഇവളെ ഞാൻ നോക്കണമെന്ന്. ഇവൾ ഈ റൂമിൽ ഇരുന്ന് കളിച്ചോളും, ഇവക്ക് വേണ്ട സ്നാക്സും വെള്ളമൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞ് എല്ലാം ഏൽപ്പിച്ചിട്ട് പോയിരിക്കുക. അതെന്താടാ, ഈ വീട്ടിൽ ഇവളെ നോക്കാൻ വേറെ ആരും ഇല്ലേ? നീ മാത്രമേ ഉള്ളൂ. എന്തിനാ നിന്നെ തന്നെ ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് അവർ ശിക്ഷിക്കാൻ നോക്കുന്നത്? എന്തിന് ഇവളുടെ കാര്യങ്ങളെല്ലാം നിന്നെ അവരെ ഏൽപ്പിക്കുന്നതെന്നൊക്കെ തന്നെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ഒച്ചയിൽ സംസാരിക്കുകയാണ് കേട്ടോ നവ്യ. അഭിക്കാണെങ്കിൽ ഒന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. കാരണം ഈ സത്യങ്ങൾ നവ്യ മാത്രമേ ഉള്ളൂ അറിയാത്ത, ബാക്കി എല്ലാവരും ഈ കാര്യങ്ങൾ അറിഞ്ഞു. ചന്തമോള് സ്വന്തം കുഞ്ഞാണെന്നുള്ള കാര്യങ്ങൾ ബാക്കി എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അഭി പറയുന്നുണ്ട്, നവ്യേ, ഇതൊരു കുഞ്ഞല്ലേ, ഈ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു? ഈ കുഞ്ഞിനോട് എന്തിനാ നമ്മൾ ദേഷ്യം കാണിക്കുന്നേ? ഇതിനെല്ലാം കാരണം ആദർശ് എന്ന് പറയുന്നവനല്ലേ, അവനല്ലേ എല്ലാം തെറ്റും ചെയ്തത്. എന്നിട്ട് ഈ കുഞ്ഞിനെ നമ്മൾ പഴിക്കുന്നത് എന്തിനാ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, ഇല്ല അഭി, ഞാൻ ഇതിനൊരിക്കലും സമ്മതിക്കില്ല. അയാളുടെ കുഞ്ഞാണെങ്കിൽ പോലും എന്തിനാ ഇവർ നിന്നെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുന്നത്? അയാളുടെ കുഞ്ഞാണെങ്കിൽ അയാൾ കൊണ്ടുപോയി നോക്കണമായിരുന്നു. അയാൾ അതിനെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് സ്വന്തം സുഖം തേടി പോയിരിക്കുന്നതല്ലേ. അയാൾ അങ്ങനെ സന്തോഷത്തോടെ അവിടെ പോയി താമസിക്കേണ്ട. അയാൾ പോകുന്നിടത്ത് അയാളുടെ കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോട്ടെ. എന്തിനാ ഇങ്ങനെ അയാൾ ഈ കുഞ്ഞിനെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ നോക്കിയത്?
ഞാൻ എന്തായാലും ഇതിനെ സമ്മതിക്കില്ല അബി. ഇന്നത്തോടു കൂടി ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കിയിരിക്കും. എന്തിനാ എല്ലാവരും നിന്നെ ഇവിടെ ഇങ്ങനെ അടിമയെ പോലെ കാണുന്നേ? ഇവളുടെ കാര്യങ്ങളൊക്കെ നിന്നെ തന്നെ ഏൽപ്പിക്കുന്ന എന്തിനാന്നൊക്കെയുള്ളത് എനിക്കിന്നും ചോദിക്കണം. അമ്മായി ഇങ്ങോട്ടേക്ക് വരട്ടെ, ഞാൻ എന്തായാലും ഇന്ന് അവരോട് ചോദിച്ചിട്ടേ ഉള്ളൂ കാര്യം എന്നൊക്കെ തന്നെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് നമ്മുടെ നവ്യ. എന്നിട്ട് ചന്തുമോളെ പിടിച്ച് 2 അടിയൊക്കെ കൊടുത്തിട്ട്, നീ എന്തിനാടി ഇങ്ങോട്ടേക്ക് വന്നേ? എൻ്റെ കുഞ്ഞിൻ്റെ കളിപ്പാട്ടം എന്തിനാടി നീ എടുത്തേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് 2 തല്ലൊക്കെ തല്ലിയിട്ട് അവളെ അവിടുന്ന് ആ റൂമിൽ നിന്ന് ഇറക്കി വിടുകയാണ് കേട്ടോ. ചന്തുമോൾ ഇങ്ങനെ കരഞ്ഞോണ്ട് പോകുന്ന കാണുമ്പോഴേക്കും അബിക്ക് നല്ല പേടിയാവുന്നുണ്ട് കേട്ടോ. കാരണം ഇവൾ എന്തായാലും അമ്മായി വരുമ്പോൾ പറഞ്ഞു കൊടുക്കും നവ്യ അടിച്ചു എന്നൊക്കെ ഉള്ളത്. എന്തായാലും അമ്മായി എൻ്റെ തലയിൽ കയറാൻ വരും എന്നുള്ള കാര്യം അബിക്ക് മനസ്സിലാവുകയാണ്. നവ്യോടായിട്ട് അബി പറയുന്നുണ്ട്, നവ്യ നീ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടായിരുന്നു, ഇതിന് വലിയ പ്രശ്നത്തിലേക്കായിരിക്കും പോകുന്നത്. അമ്മായി തിരിച്ചു വരുമ്പോഴേക്കും തന്നെ ഇവിടെ നീ തല്ലിയ കാര്യം അമ്മായി അറിയും, പിന്നെ അത് വലിയൊരു പ്രശ്നമാവും എന്നൊക്കെ തന്നെ അബി നവ്യോട് പറയുന്നുണ്ട്. അപ്പോഴേക്കും നവ്യ പറയുകയാണ്, അതൊന്നും ഓർത്ത് നീ തിന്നാൻ നിൽക്കേണ്ട അബി, അവളെ തല്ലിയത് ഞാനല്ലേ, എന്തിനാ തല്ലിയെന്ന് അവർ എന്നോട് ചോദിക്കട്ടെ, അതിനോട് മറുപടി ഞാൻ അവരോട് പറഞ്ഞോളാം, അതോർത്ത് നീ എന്തിനാ വിഷമിക്കുന്നതെന്നൊക്കെ തന്നെ ചോദിക്കുകയാണ് നമ്മുടെ നവ്യ അബിയോട്. അപ്പോൾ അബിക്ക് അവിടെ ഒരു ഉത്തരവില്ല, അബി ഉത്തരം മുട്ടി നിൽക്കുകയാണ് കേട്ടോ. ചന്തുമോളാണെങ്കിലും നേരെ കരഞ്ഞുകൊണ്ട് ചെല്ലുന്നത് മുത്തശ്ശിയുടെ റൂമിലേക്കാണ്. കാരണം ദേവയാനി ഇല്ലല്ലോ, ദേവയാനി പുറത്തു പോയേക്കുമല്ലേ. മുത്തശ്ശിയുടെ റൂമിലേക്ക് കരഞ്ഞുകൊണ്ട് ചെല്ലുമ്പോഴേക്കും മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട്, അയ്യോ മോൾ എന്തിനാ കരയുന്നേ, മോൾ ആരാ വഴക്ക് പറഞ്ഞ്, മോൾ ആരെങ്കിലും ഉപദ്രവിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും എന്നെ നവ്യമ്മയെ ഉപദ്രവിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ ചന്തുമോൾ പറയുന്നുണ്ട്. എന്തിനാന്ന് ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശി പുറത്ത് പോയിരിക്കുക, അതുകൊണ്ട് എന്നെ അവിടെ കൊണ്ടാക്കി വെച്ചാൽ പോയത്, ഞാൻ ആ കുഞ്ഞുമായിട്ടിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അത് നവ്യമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് നവ്യമ്മ എന്നെ അടിച്ചു എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോഴേക്കും മുത്തശ്ശിക്കും കാലിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അവർ ചന്തുമോളെ ആശ്വസിപ്പിച്ചുകൊണ്ട് താഴെ വന്നിരിക്കുകയാണ് കേട്ടോ. അവർ ചന്തുമോളെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് നേരെ താഴെ ചന്തുമോളെയും കൂട്ടിക്കൊണ്ട് നേരെ ഹാളിൽ വന്നിരിക്കുകയാണ്. പുറത്തു പോയി വരുന്ന ദേവയാനാണെങ്കിലും ചന്തുമോൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ മുത്തശ്ശിയുടെ മുഖത്തൊക്കെ നല്ല ദേഷ്യമുള്ളതും കാണുകയാണ്. അപ്പോൾ എന്താ അച്ഛാ ഇവിടെ സംഭവിച്ചത്, എന്താ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ നമ്മുടെ ദേവയാനി ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് മുത്തശ്ശൻ ഈ കാര്യങ്ങളെല്ലാം ദേവയാനോട് പറയുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ദേവയാനി അബിയെ നവ്യയും വിളിച്ചു വരുത്തുകയാണ് കേട്ടോ ഹോളിലേക്ക്. എന്നിട്ട് എന്തിനാണ് നീ കൊച്ചിനെ ഉപദ്രവിച്ച്, കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം നിന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ നീ എന്തിനാണ് കൊച്ചിനെ ഇങ്ങനെ കരയിപ്പിച്ചെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അബിയുടെ നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് നമ്മുടെ ദേവയാനി. അപ്പോൾ നവ്യ വിട്ടുകൊടുക്കുമോ? നവ്യയും തിരിച്ച് മറുപടി പറയുക കേട്ടോ. അങ്ങനെ അബിയെ എന്തിനാണ് നിങ്ങളിങ്ങനെ അടിമപ്പണി ഏൽപ്പിക്കുന്നത്, അബി ഈ കൊച്ചിനെ നോക്കേണ്ട കാര്യം എന്താ ഉള്ളത്, ഈ കൊച്ചിൻ്റെ യഥാർത്ഥ അച്ഛൻ ആദർശല്ലേ, എന്നിട്ട് അയാൾ ആ കൊച്ചിനെ ബുദ്ധിപൂർവ്വം ഇവിടെ ഉപേക്ഷിച്ചിട്ട് അയാളുടെ സുഖം തേടി അവിടെ പോയി നിൽക്കുകയല്ലേ, ഞങ്ങൾ എന്തിനാ പിന്നെ ഈ കൊച്ചിനെ നോക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ നവ്യയും തിരിച്ച് ചോദിക്കുന്നുണ്ട്. അങ്ങനെ 1ഉം 2ഉം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറഞ്ഞത് വലിയ വഴക്കാവുകയാണ് കേട്ടോ. അവസാനം നമ്മുടെ മുത്തശ്ശൻ തന്നെ നവ്യയോട് പറയുന്നുണ്ട് ചന്തുമോള് അബിയുടെ കുഞ്ഞാണെന്നുള്ള കാര്യങ്ങൾ. അത് കേൾക്കുമ്പോൾ നവ്യ ഒന്ന് ഷോക്കാവുന്നുണ്ടെങ്കിലും നവ്യ ആദ്യം ഒന്നും അത് വിശ്വസിക്കുന്നില്ല. അബിയും തന്നെയും തെറ്റിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോ ഇല്ലാക്കഥകൾ ഉണ്ടാക്കി പറയുന്നതെന്നൊക്കെ നമ്മുടെ നവ്യ പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവയാനിയും പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിന്റെ അമ്മായിമ്മയോടും അതുപോലെ നിന്റെ നാത്തൂനോടും ഒക്കെ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്ക്, അവർ പറയുമ്പോൾ നിനക്ക് വിശ്വാസം ആകുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ജലജയോടും അതുപോലെ അവന്തികയോടും ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഒന്നും പറയുന്നില്ല കേട്ടോ, തല കുനിച്ച് തന്നെ നിൽക്കുകയാണ്. അപ്പോഴാണ് നവിക്ക് മനസ്സിലാകുന്നത് ഇവർ പറഞ്ഞത് സത്യമാണെന്നുള്ള കാര്യം. അതായത് ചന്തുമോളുടെ അച്ഛൻ അബിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോഴാണ് നവ്യ മനസ്സിലാക്കുന്നത്. ഈ സത്യങ്ങൾ അറിയുന്നതോടുകൂടി നവ്യ ആകെ ബോധം കെട്ട് താഴെ വീഴുകയാണ് കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതെയാണല്ലോ ഈ സത്യം അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ നവ്യ ആകെ തകർന്നു പോയിട്ടുണ്ട്. എന്തായാലും നവ്യനെ വാരിയെടുത്ത് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്കൊക്കെ ആക്കുന്നുണ്ട്. എന്തായാലും ചന്തുമോളുടെ അച്ഛൻ അബിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നവ്യ തിരിച്ചറിഞ്ഞതോടുകൂടി തന്നെ അബിയോടുള്ളൊരു പ്രതികാര ബുദ്ധിയിലാണ് ഇപ്പം നവ്യ. ഇത്രയും നാളും അബി തന്നെ ചതിക്കുകയായിരുന്നു എന്നുള്ളതൊക്കെ നവ്യ മനസ്സിലാക്കിയിട്ട് തന്നെ ഇത്രയും നാളും തന്നെ ചതിക്കുകയാണെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും നവ്യ അബിയെ ഉപേക്ഷിക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. ഇത്രയും നാളും തന്നെ അവൻ ചതിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന നവ്യ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അബിയെ ഉപേക്ഷിക്കാനുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുമുണ്ട്. നിന്റെ ഭാര്യ തന്നെ നിന്നെ ഉപേക്ഷിച്ചു, അതുകൊണ്ട് നിനക്ക് ഇനി വീട്ടിൽ സ്ഥാനമില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശൻ തന്നെ അബിയുടെ കഴുത്തിന് പിടിച്ച് പുറത്താക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അബി നേരെ ഡേവിഡിൻ്റെ അടുത്ത് ചെല്ലുകയും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.